നിയമാവലി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, അതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മൾ UAE എന്ന സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും പോലീസിനെ വിളിക്കേണ്ട സാഹചര്യം വരും. ഇങ്ങനെ നമ്മൾ പോലീസിനെ വിളിക്കുമ്പോൾ അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവർ നമ്മളടുത്ത് ചോദിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ആ ഒരു കുരുക്കിലൂടെയാണ് പിന്നത്തെ യാത്ര. അതായത് നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മദ്യപിച്ചത് കാണാം. മദ്യപിച്ചിരിക്കുന്ന വ്യക്തിക്ക് പലതരത്തിലുള്ള ശിക്ഷകളാണ്. അതെങ്ങനെയാണെങ്കിൽ അത് ഏത് റിലീജിയനിൽ പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അളവ് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, മദ്യം ക്യാരി ചെയ്യുന്നുണ്ടോ, അതുമാതിരി ഈ ആക്സിഡൻറ്റിൽ ഉണ്ടായിരുന്ന ഡാമേജ് എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പല സമയത്തും ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ചില സമയത്ത് ഈ കേസ് വളരെ രൂക്ഷമായിട്ടും വരാറുണ്ട്. അപ്പോൾ ചില വ്യക്തികൾ എന്ത് ചെയ്യുക വെച്ചാൽ വാഹനം നിർത്താതെ പോവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പിന്നീട് റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതാവുമ്പോൾ വീണ്ടും പ്രോബ്ലത്തിലേക്ക് പോകും. കാരണം ഒരുപക്ഷെ ആക്സിഡൻ്റ് ആയ വ്യക്തി മദ്യപിച്ചിട്ടില്ലാതെ തന്നെ വാഹനം നിർത്താതെ പോകും. പക്ഷേ പോലീസിന്റെ നിഗമനത്തിൽ ആ വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതായിരിക്കാം, അല്ലെങ്കിൽ വാഹനത്തിൽ എന്തെങ്കിലും ഡ്രിങ്ക്സോ മറ്റെന്തെങ്കിലും ക്യാരി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാഹനത്തിന് ശരിയായ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, രജിസ്ട്രേഷനോ ഇൻഷുറൻസോ മറ്റെന്തെങ്കിലും ഇല്ലാത്ത, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തി ഓടിക്കുക എന്തെങ്കിലും ആയതുകൊണ്ടായിരിക്കണം ഇവർ നിർത്താതെ പോയെന്നായിരിക്കും അവരുടെ കണക്കൂട്ടൽ. അപ്പോൾ ഓരോ ആക്സിഡൻസും നമ്മൾക്ക് നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. കാരണം മദ്യപിച്ച ഒരു വ്യക്തി മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബത്തെ, ജീവിത പങ്കാളി, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എല്ലാം താറുമാറാവാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ രാജ്യത്ത് വാഹനം ഓടിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അതുമാതിരി തന്നെ ക്യാരി ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും മാറുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും പ്രത്യേകം പറയുന്നത്, ഈ രാജ്യത്ത് വളരെ സൂക്ഷിച്ചു വേണം. നമ്മുടെ ഭാവി, നമ്മുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെ എല്ലാം ഭാവി നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും നിയമാവലി എന്ന അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാം.